My dear students, Dr. James Taylor Kent രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതി മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ യൂട്യൂബ് പരമ്പരയുടെ 160ാമത്തെ എപ്പിസോഡിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഈ എപ്പിസോഡിൽ നമ്മൾ കോഫിയ എന്ന അധ്യായത്തിൻ്റെ 2ാം ഭാഗം പരിഗണിക്കുന്നു. ഈ ഭാഗത്ത് മെറ്റീരിയ മെഡിക്ക പഠനത്തെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ചില ഉൾക്കാഴ്ചകൾ കെൻഡ് നമുക്ക് തരുന്നുണ്ട്. അതായത് ഒരു ജനറലും പർട്ടിക്കുലറും തമ്മിൽ വൈരുദ്ധ്യം വരുന്നൊരു സാഹചര്യം, ജനറലായിട്ടും പർട്ടിക്കുലറായിട്ടും ജാഗ്രതാപൂർവ്വം മനസ്സിലാക്കാനുള്ള ഒരു മുന്നറിയിപ്പാണ്. ചില പർട്ടിക്കുലർ സിംറ്റംസിൽ ഒരു മൊഡാലിറ്റി കാണുമ്പോൾ അതൊരു ജനറൽ മൊഡാലിറ്റി ആണെന്ന് തെറ്റിദ്ധരിച്ചേക്കാം. ചിലപ്പോൾ തിരക്കിട്ട പ്രാക്ടീസിനിടയിലോ അശ്രദ്ധ കൊണ്ടോ ഒക്കെ ഇങ്ങനെ സംഭവിച്ചേക്കാം. പക്ഷേ ഇങ്ങനത്തെ ഒരു വൈരുദ്ധ്യം ചില കേസുകൾ ഉണ്ടാകാം. അപ്പോൾ അതിന് തക്ക ഔഷധങ്ങൾ തിരഞ്ഞെടുക്കണം. കോഫിയിൽ അങ്ങനത്തെ ഒരു സാഹചര്യം വരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ വരുന്നത് ചില കുട്ടികളിലെ ചില സ്വഭാവ വൈകല്യങ്ങളെന്നോ അല്ലെങ്കിൽ സ്വഭാവ വൈചിത്ര്യങ്ങളോ മറ്റുമൊക്കെ. സാധാരണഗതിയിൽ അത് മറ്റു തരത്തിലുള്ള ചികിത്സകളിലേക്കും പരിശീലനങ്ങളിലേക്കും പോകേണ്ട കേസാണ്. പക്ഷേ വാസ്തവത്തിൽ ഹോമിയോപ്പതിക്കലി അതിനെ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോഫിയ പോലുള്ള ഔഷധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ ഹീൽ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങളും കെൻഡ് ഈ ഭാഗത്ത് പറയുന്നുണ്ട്. അവയിലേക്ക് വിശദമായിട്ട് നമുക്ക് പ്രവേശിക്കാം. വിത്ത് ഓൾ ദീസ് നെർവസ് സ്റ്റേറ്റ്സ് ദ പേഴ്സൺ ഡ്രഗ്സ് ദ ഫ്രഷ് എയർ. ഇതിനു മുമ്പ് പറഞ്ഞ കോഫിയുടെ നെർവസ് സ്റ്റേറ്റിനോട് ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് കെൻഡിയുടെ പറയുന്നത്. തുറസായ വായുവിനെ, ശുദ്ധമായ വായുവിനെ ഒരു കോഫിയ പേഷ്യൻ്റ് ഭയപ്പെടുന്നു. ചെറിയൊരു കാറ്റടിച്ചാൽ പോലും, ഒരു ശുദ്ധവായുവിലേക്ക് തുറന്നാൽ പോലും കോഫിയ പേഷ്യൻ്റ് വളരെ പ്രയാസത്തിലാവും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്. ഹീസ് എക്സ്ട്രീംലി സെൻസിറ്റീവ് ടു കോൾഡ്, സെൻസിറ്റീവ് ടു ദ വിൻഡ് ആൻഡ് കോൾഡ് വെതർ. തണുപ്പിനോട്, കാറ്റിനോട്, തണുത്ത കാലാവസ്ഥയോടൊക്കെ എക്സ്ട്രീംലി വളരെയധികം സെൻസിറ്റീവാണ്. കംപ്ലൈൻറ്റ്സ് കം ഓൺ ഇൻ ദ കോൾഡ് വെതർ ഫ്രം ദ കോൾഡ് എയർ. തണുപ്പ് കാലാവസ്ഥ വരാൻ നേരത്ത് തണുത്ത കാറ്റടിക്കുമ്പോഴൊക്കെ കോഫിയുടെ പ്രശ്നങ്ങൾ പുറത്തു വരുന്നു. പെയിൻ ഇൻ ദ മൗത്ത്സ് ആൻഡ് ജോസ്, ബെറ്റർ ഫ്രം ഹോൾഡിങ് ഐസ് കോൾഡ് വാട്ടർ ഇൻ ദ മൗത്ത്. പക്ഷേ ഇതിനോടുള്ള ഒരു വൈരുദ്ധ്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വായിലെ പല്ലിലെ വേദനകൾ. ആ വേദനകൾക്ക് തണുപ്പ് റിലീഫാണ്. മഞ്ഞുപോലെ തണുത്ത വെള്ളം വായിൽ കൊണ്ടു കഴിഞ്ഞാൽ ആ പല്ലിൻ്റെ വേദന ശമിക്കും. ഒരു ജനറൽ മൊഡാലിറ്റിയും ഒരു പർട്ടിക്കുലർ മൊഡാലിറ്റിയും തമ്മിൽ വൈരുദ്ധ്യത്തിൽ വരുന്നൊരു സാഹചര്യം. ദിസ് അപ്ലൈസ് ടു ടൂത്ത് ഏക്ക് ആൻഡ് ഫേസ് ഏക്ക് വേർ ഇറ്റ് ഈസ് ഡീപ്പ് ഇൻ ദ ജോസ്. താടിയിൽ, മുണകളിൽ ആഴത്തിലുള്ള പല്ലുവേദനയുടെ കാര്യത്തിൽ, വായുടെ പൊതുവായുള്ള വേദനയുടെ കാര്യത്തിൽ ഈ തണുപ്പ് കൊണ്ടുള്ള റിലീഫ് ആപ്ലിക്കബിളാണ്. അത് ഇറ്റാലിക്സിൽ കൊടുത്തിരിക്കുന്നത് പ്രാധാന്യമുള്ള ലക്ഷണമാണ്. ദിസ് അപ്ലൈസ് ടു ഹോട്ട് ഹെഡ്, ഇൻഫ്ലെയിംഡ് കണ്ടീഷൻ ഓഫ് ദ ഗംസ്. തല ചൂടായിരിക്കുന്നു, മോണകളിൽ നിർവീക്കം. പെയിൻ ഇൻ ദ ടീത്ത്, റണ്ടിങ്, ടിയറിംഗ് പെയിൻ ഇൻ ദ ടീത്ത് ബ്രോട്ട് ഓൺ ഫ്രം എക്സ്പോഷർ ടു കോൾഡ്, ഫ്രം ഇമോഷൻസ്, ഫ്രം എക്സൈറ്റ്മെൻറ്റ്, ഫ്രം ജോയ്, അഗ്രിവേറ്റഡ് ഫ്രം മോഷൻ, അമീൽറെഡ് ബൈ ഐസ് ഓർ ഐസ് കോൾഡ് തിങ്സ്, അഗ്രിവേറ്റഡ് ബൈ വാം ഫുഡ്സ്. ആ ഒരു വൈരുദ്ധ്യം, ജനറലിലെയും പർട്ടിക്കുലറും വൈരുദ്ധ്യം കെൻഡി ഒറ്റ സെൻറ്റൻസിൽ നീണ്ട വാചകത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അതെന്താണത്? പല്ലിൽ വേദന, പലതരത്തിലുള്ള വേദന, ടിയറിംഗ് പെയിൻ, റണ്ടിങ് പെയിൻ, എല്ലാത്തരത്തിലുള്ള വേദനയും. ഇവിടെ ഇത് ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ എക്സൈറ്റ് ചെയ്യുന്നത് തണുപ്പാണ്. ആ പേഷ്യൻറ്റിൻ്റെ ജനറൽ കണ്ടീഷൻ അനുസരിച്ചുകൊണ്ട്, ജനറൽ നെർവസ് കണ്ടീഷൻ അനുസരിച്ചുകൊണ്ട് തണുപ്പിനോടുള്ള എക്സ്പോഷറാണ് ഈ പല്ല് വേദന ഉണ്ടാക്കുന്നത്. പക്ഷേ പിന്നീട് വരുന്ന അതിൻ്റെ മോഡിഫിക്കേഷൻ, അവിടെയാണ് പ്രശ്നം വരുന്നത്. ഇപ്പോൾ കോൾഡ് ഉണ്ട്, ഫ്രം ഇമോഷൻസ് ഉണ്ട്, വൈകാരികത കൊണ്ടുണ്ട്, എക്സൈറ്റ്മെൻറ്റ് കൊണ്ടുണ്ട്, ആനന്ദം കൊണ്ട്. നേരത്തെ പറഞ്ഞു കോഫി അപ്രതീക്ഷിതമായ ഒരു ആനന്ദം ഉണ്ടാകുമ്പോൾ കോഫിയെ പേഷ്യൻ്റ് കുഴപ്പമുണ്ടാകും. പല്ലിൻ്റെ വേദനയും വായുടെ വേദനയ്ക്കും അങ്ങനെ തന്നെ ഉണ്ടാകും. അത് മോഷൻ കൊണ്ട് അഗ്രവേഷൻ ഉണ്ട്, ചലനം കൊണ്ട് വർധനമുണ്ട്. പക്ഷേ അമീൽഡ് ബൈ ഐസ് ഓർ ഐസ് കോൾഡ് തിങ്സ്, പർട്ടിക്കുലറിൻ്റെ മോഡിഫിക്കേഷൻ വരുമ്പോൾ നേരെ തിരിച്ചാണ് ഉണ്ടാകുന്നത്. എക്സൈറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഓൺസെറ്റിന് കാരണമാകുന്നത് തണുപ്പാണ്. പക്ഷേ അതിൻ്റെ മോഡിഫിക്കേഷൻ
അമീലറേഷൻ തണുപ്പാണ്, അഗ്രവേഷൻ ഹോട്ട്. ആ ഒരു വൈരുദ്ധ്യമാണ് അവിടെ ഉള്ളത്. അപ്പോൾ പല്ലുവേദന ആരംഭിക്കുന്നത് തണുപ്പിനോടുള്ള എക്സ്പോഷർ കൊണ്ടോ, വിൻഡിനോടുള്ള എക്സ്പോഷർ കൊണ്ടോ, അല്ലെങ്കിൽ ഇമോഷൻസ് കൊണ്ടോ, അൺഎക്സ്പെക്റ്റഡ് ജോയ് കൊണ്ടോ ഒക്കെ ആകാമെങ്കിൽ പോലും അതിൻ്റെ ശമനം കിട്ടുമ്പോൾ തണുപ്പിൻ്റെ ആപ്ലിക്കേഷനാണ്. ചൂടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. കനോട്ട് ഡ്രിങ്ക് വാം ടീ, ഇറ്റ് സോ ഇൻറ്റൻസിഫൈസ് ദ പെയിൻ. ചൂടുള്ള ചായ, കാപ്പി, വെള്ളം അതൊന്നും കുടിക്കാൻ പറ്റില്ല, വേദനയെ വളരെയധികം വർദ്ധിപ്പിക്കും ചൂട്. ദാറ്റ് ഈസ് എ പർട്ടിക്കുലർ, അത് ഒരു പർട്ടിക്കുലറാണ്. ചൂട് കൊണ്ടുള്ള വർധനം എന്ന് പറയുന്നത് പല്ലിനെ മാത്രം ബാധിക്കുന്ന ഒരു പർട്ടിക്കുലറാണ്. പക്ഷെ ജനറൽ ആയിട്ടുള്ള നെർവസ് കണ്ടീഷൻ്റെ മൊഡാലിറ്റി നോക്കുമ്പോൾ തണുപ്പ് കൊണ്ട് അഗ്രവേഷനാണ്. ദ പർട്ടിക്കുലേഴ്സ് കോൺട്രാസ്റ്റ് വിത്ത് ദ ജനറൽസ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ജനറൽസും പർട്ടിക്കുലേഴ്സും തമ്മിൽ ഒരു വൈരുദ്ധ്യം അവിടെ വരുന്നു. ഇൻ വൺ പ്ലേസ് യു മേ സീ ബെറ്റർ ഫ്രം കോൾഡ് ഇൻ ബ്ലാക്ക് ഫേസ് ടൈപ്പ്. പല്ലിൻ്റെ കാര്യത്തിൽ എടുക്കാൻ നേരത്ത് അത് റിപ്പർട്ടറി നോക്കുമ്പോൾ ബെറ്റർ ഫ്രം കോൾഡ് എന്ന് പറയുന്നുണ്ട്. കെൻറ്റിൻ്റെ റിപ്പർട്ടറിയിലാണ് ബോൾഡ്, കറുത്ത ബോൾഡ് ലെറ്റേഴ്സ് 3rd ഡിഗ്രി കാണിക്കുന്നതാണ്. ബട്ട് ഇറ്റ് റിലേറ്റ്സ് ദ ഫേസ് ആൻഡ് ജോസ്, അത് മുഖവും താടിയും ഒക്കെ ആയിട്ട് മാത്രമേ അതിന് ബന്ധമുള്ളൂ. വേഴ്സ് ഫ്രം കോൾഡ് ഈസ് എ ജനറൽ, പക്ഷേ ജനറൽ കണ്ടീഷനിൽ വേഴ്സ് ഫ്രം കോൾഡാണ്. aversion to cold air, aversion to the open air unless it is very warm and still. ഒരു വ്യവസ്ഥ പറയുന്നത് ആവേർഷനോട്, തുറന്ന വായുവിനോടും തണുപ്പിനോടും ആവേർഷനാണ്. പക്ഷേ വല്ലാത്ത ചൂടാണെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റില്ലായിട്ട്, സ്റ്റിൽ വെതർ എന്ന് വെച്ചാൽ കാറ്റൊന്നുമില്ലാതെ അന്തരീക്ഷം നിശ്ചലമായിരിക്കുന്നൊരവസ്ഥ, ആ ഒരവസ്ഥയിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്. കാരണം വല്ലാത്ത ചൂടാകുമ്പോൾ നാച്ചുറലാണ്, അത് വല്ലാതെ ചൂടാകുമ്പോൾ പൊള്ളുമ്പോൾ ഒരു തണുപ്പ് വരിക, തീ പൊള്ളി കഴിഞ്ഞാൽ അവിടെ തണുപ്പ് വരാൻ ആഗ്രഹിക്കുക എന്ന് പറയുന്നത് വളരെ നോർമലാണ്. അതേ ഒരു കണ്ടീഷനിൽ ഉണ്ട്. അത് നമ്മൾ ഇന്ത്യൻ ക്ലൈമറ്റൊക്കെ നോക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം. അതിൻ്റെ അതിർവരമ്പുകൾ, ചൂടും തണുപ്പും തമ്മിലുള്ള അതിർവരമ്പുകൾ വളരെ നേരത്തായിരിക്കും. നമ്മളുടെ വല്ലാതെ ചൂടായിരിക്കും നമ്മുടെ കേരളത്തിലൊക്കെ വേനൽക്കാലത്ത്, അതായത് ഒരു ബാമി അറ്റ്മോസ്ഫിയറിൽ. നോർത്തിലാണെങ്കിലും സമ്മർ സീസണിലൊക്കെ ചെറിയ തണുപ്പൊക്കെ ആശ്വാസമായിരിക്കും. അപ്പോൾ ആ ഒരു തണുപ്പ് കൊണ്ടൊന്നും ഈ ഓൺസെറ്റോ അഗ്രവേഷനോ ഉണ്ടാവണമെന്നില്ല. അവിടെ നല്ലൊരു തണുപ്പ്, പെട്ടെന്ന് ചൂടിൽ നിന്ന് വന്ന് പെട്ടെന്ന് എ സിയിലേക്ക് കയറി, ചൂട് സമയത്ത് പെട്ടെന്ന് തണുത്ത വെള്ളം കുടിക്കുകയോ ഒന്ന് തണുത്ത വെള്ളം കൊണ്ട് കുളിക്കുകയോ ചെയ്തു. അങ്ങനെയൊക്കെ ഒരു ടെമ്പറേച്ചറിൽ തന്നെ ഒരു കോൺട്രാസ്റ്റ്, എക്സ്ട്രീം ഒരു കോൺട്രാസ്റ്റ് വരിക എന്നുള്ളതാണ്. വെസ്റ്റിലെ ആ ഒരു കണ്ടീഷനായിട്ട് നമ്മൾ പെട്ടെന്ന് അങ്ങനെ കമ്പയർ ചെയ്യാൻ പാടില്ല, ശ്രദ്ധിച്ച് വേണമെന്ന് ചെയ്യാൻ. ആവേർഷൻ ടു വിൻഡ്, കാറ്റിനോട് ഒരു വിരോധമുണ്ട്, കാറ്റ് കൊണ്ട് പ്രയാസമാണ്. ന്യൂറാൾജിക് ടൂത്തേക്ക് entirely relieved by holding cold water in the mouth, returning it as it becomes warm. അപ്പോൾ നാഡീസംബന്ധമായ പല്ലുവേദന, മുണയുടെയൊക്കെ ആഴങ്ങളിലുള്ള പല്ലുവേദന, പല്ലിൻ്റെ ദ്രവിക്കൽ കൊണ്ടല്ല, ന്യൂറാൾജിക് പെയിൻസ്, അത് തണുത്ത വെള്ളം വായിൽ കൊള്ളുമ്പോൾ ശമനം ഉണ്ടാകും. ഈ വെള്ളം കൊണ്ട് കുറച്ച് കഴിഞ്ഞ് വെള്ളം ചൂടായി കഴിയുമ്പോൾ അമീലറേഷൻ മാറുകയും ചെയ്യും. ടൂത്തേക്ക് ഡ്യൂറിങ് ദ മെൻസ്ട്രൽ പീരീഡ്, ആർത്തവകാലത്തുണ്ടാകുന്ന പല്ലുവേദന അത് കവർ ചെയ്യുന്നുണ്ട്. കംപ്ലയിൻറ്റ്സ് ഓഫ് അനീമിക് ചിൽഡ്രൻ ഡ്യൂറിങ് ഡെൻറ്റീഷൻ, വിളർച്ചയുള്ള കുട്ടികളിൽ, രക്തക്കുറവുള്ള കുട്ടികളിൽ പല്ല് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ. ദോസ് നെർവസ് എക്സൈറ്റബിൾ ചിൽഡ്രൻ ദാറ്റ് ടോക്ക് ടു നേഴ്സ് ആൻഡ് ദ മദർ വെരി റാപ്പിഡ്ലി ആൻഡ് ബ്രില്യൻ്റ് ഐസ്, വിത്ത് ബ്രില്യൻ്റ് ഐസ്, റെഡ് ഫേസ്, കനോട്ട് ഗോ ടു സ്ലീപ്പ്. ഒരു കുട്ടികളുടെ ഒരു സ്വഭാവ വൈചിത്ര്യമാണ് ഇവിടെ പറയുന്നത്. പരിചാരികയോടും അമ്മയോടും ബന്ധുക്കളോടും പരിചയക്കാരോടൊക്കെ അസാധാരണമായിട്ട് സംസാരിക്കുന്ന കുട്ടികൾ, വെരി റാപ്പിഡ്ലി, വളരെ വേഗത്തിൽ അസ്വസ്ഥപ്പെടുന്ന രീതിയിൽ സംസാരിക്കുന്ന തരം കുട്ടികളിൽ. റെഡ് ഫേസ്, മുഖം ചുവന്നിരിക്കുന്നു. ബ്രില്യൻ്റ് ഐസ്, നല്ല തിളങ്ങുന്ന കണ്ണുകളുണ്ട്. ഉറക്ക സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്, ഉറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള കുട്ടികൾ ഡെൻറ്റീഷൻ്റെ സമയത്തുണ്ടാകുന്ന പ്രയാസങ്ങൾ, അത് കോഫിയ അതിനെ കവർ ചെയ്യും. ഇറ്റ് വിൽ ക്വയറ്റ് ദ പേഷ്യൻ്റ് ആൻഡ് ആക്ച്വലി ഫോർ ദ ഗ്രോത്ത് ഓഫ് ദ ടൂത്ത് ഇൻ പെയിൻലെസ് മാനർ. അപ്പോൾ ഈ കോഫിയ അത്തരം കുട്ടികളിൽ അവരെ ശാന്തരാക്കും. ഈ അസ്വസ്ഥപ്പെട്ട് തിടുക്കപ്പെട്ടുള്ള സംസാരം, ഉറക്കപ്രശ്നങ്ങൾ ഇതിൽ നിന്നൊക്കെ മാറ്റി ശാന്തമാക്കും. നോർമലായിട്ടുള്ള വേദനയില്ലാതെ പല്ല് മുളച്ച് വരുന്നൊരു സാഹചര്യത്തെ ഉളവാക്കുകയും ചെയ്യും. ദാറ്റ് ഈസ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ നെർവസ് ചൈൽഡ് വിത്ത് മെനി നെർവസ് ബ്രെയിൻ ആൻഡ് മെൻ്റൽ ട്രബിൾസ്. അപ്പോൾ നെർവസ് ആയിട്ടുള്ള കുട്ടികൾ, നെർവസ് കണ്ടീഷനുള്ള നെർവസ് അബ്നോർമാലിറ്റീസുള്ള കുട്ടികൾ,
ഒരുപാട് മാനസികമായും തലച്ചോറ് സംബന്ധമായും പ്രയാസമുള്ള കുട്ടികളുടെ അവസ്ഥയാണത്, പല്ല് വരുന്ന സമയത്തുള്ള പ്രയാസങ്ങൾ. ദിസ് ചൈൽഡ് ഈസ് എക്സ്ട്രീംലി സെൻസിറ്റീവ്, ഇറ്റ് ടേക്സ് കോൾഡ്. വല്ലാതെ സെൻസിറ്റീവാണ്, തണുപ്പടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാകും. അങ്ങനെയുള്ള കുട്ടികളെ കോഫിയെ ഹീൽ ചെയ്യും. The routine prescriber gives belladonna to a child who has hot face and throbbing carotids. And when it does not help, he gives more belladonna and increases the size of the dose until the child has a proving. പ്രാക്ടീഷണേഴ്സിന് പറ്റാൻ സാധ്യതയുള്ള ഒരു അബദ്ധത്തെക്കുറിച്ചാണ് എന്നോട് പറയുന്നത്. ഈ ചൂടുള്ള തലയുടെ ചൂട്, റെഡ് ഫേസ്, ഈ കഴുത്തിലെ ഞരമ്പുകളൊക്കെ വീർത്തിരിക്കുന്നൊരവസ്ഥ, ഇതൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് റൂട്ടീൻ പ്രിസ്ക്രൈബർ കൂടുതൽ ചോദിക്കാനും മറ്റുമൊക്കെ പോകാതെ ഒറ്റ നോട്ടത്തിൽ എന്തെങ്കിലും ചോദിച്ച് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും ബെൽഡോണ കൊടുത്തു പോകും. പക്ഷേ അത് അബദ്ധത്തിലേക്ക് നയിക്കാം. ഒരു ഡോസ് ബെൽഡോണ കൊടുത്തു, മാറിയില്ല, വീണ്ടും കൊടുത്തു, ഡോസിൻ്റെ അളവ് കൂട്ടി, അവസാനം ആ കുട്ടി ബെൽഡോണയെ പ്രൂവ് ചെയ്യാൻ തുടങ്ങിയെന്നിരിക്കാം. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷെ അതിന് പകരം കുറച്ച് ഡീറ്റെയിൽസ്, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 4-5 ജനറൽസും അതിൻ്റെ മൊഡാലിറ്റീസും എടുത്തു കഴിഞ്ഞാൽ ഇത്തരം അബദ്ധങ്ങളൊന്നും സംഭവിക്കില്ല. കൃത്യമായിട്ടത് ബെൽഡോണ അല്ല എന്നെങ്കിലും മനസ്സിലാവും. കോഫി ആണെന്ന് മനസ്സിലാക്കിയില്ലെങ്കിലും ബെൽഡോണ അല്ലെന്നെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. തെറ്റായ ഔഷധങ്ങൾ കൊടുക്കാതിരിക്കാനുള്ളൊരു ജാഗ്രതയെങ്കിലും കാണിക്കണം. ഹി മേക്സ് എ ബെൽഡോണ ചൈൽഡ് ഔട്ട് ഓഫ് ഇറ്റ് വെൻ കോഫിയ വുഡ് ഹാവ് ക്യൂർഡ് ഇറ്റ്. കോഫിയ കൊണ്ട് സൗഖ്യം ഉണ്ടായേക്കാവുന്നൊരു കുട്ടിയെ ഒരു ബെൽഡോണ പ്രൂവറാക്കി മാറ്റും അത്തരം റൂട്ടീൻ പ്രിസ്ക്രൈബേഴ്സ് എന്നാണ് കെൻഡിയുടെ മുന്നറിയിപ്പ് വരുന്നത്. അത്തരം അബദ്ധങ്ങളിൽ ചാടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. In most instances where belladonna is indicated, the child is sluggish and stupid and would like to sleep. അപ്പോൾ ബെൽഡോണ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒട്ടുമിക്ക കേസുകളിലും കുട്ടി സ്ലഗ്ഗിഷ് ആയിരിക്കും, എക്സൈറ്റബിൾ ആയിരിക്കില്ല, ഇതേപോലെ നെർവസ് ആയിരിക്കില്ല, സ്ലഗ്ഗിഷ് ആയിരിക്കും, ഒരു സ്റ്റുപ്പിഡ് നേച്ചർ ആയിരിക്കും, വുഡ് ലൈക്ക് ടു സ്ലീപ്പ്. നേരത്തെ സ്ലീപ്ലെസ്നെസ് ആണ് കോഫിയിൽ, ഇവിടെ കിടന്നുറങ്ങാൻ തോന്നുന്ന കണ്ടീഷനായിരിക്കും. അപ്പോൾ ബെൽഡോണയും കോഫിയും ഇവിടെ കിടക്കുന്നു, ബെൽഡോണ കിടക്കുന്നു, വലിയ വ്യത്യാസമുള്ളത്. പക്ഷേ ഈ ചുവന്ന കണ്ണുകളും അല്ലെങ്കിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള കണ്ണുകളും ചൂടുള്ള തല, ഈ ഞരമ്പുകളൊക്കെ തടിച്ചു നിൽക്കുന്നു, ഇത് കണ്ട്, അത് മാത്രം കണ്ട് ബെൽഡോണ കൊടുത്തു കഴിഞ്ഞാൽ അബദ്ധമായി പോകും. ഇത് കോഫിയും ബെൽഡോണയും മാത്രമല്ല, എല്ലാ ഔഷധങ്ങളെക്കുറിച്ചും ആപ്ലിക്കപ്പെടേണ്ട കാര്യമാണത്. ചില കാര്യങ്ങളിൽ 2, 3, 4 ഔഷധങ്ങൾ തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവുള്ളൂ. എൻ്റെത് കൃത്യമായിട്ട് അതിൻ്റെ വ്യത്യാസം കൃത്യമായിട്ട് പറഞ്ഞു തരും. അത് മനസ്സിലാക്കാതെ തെറ്റായ ഔഷധങ്ങൾ കൊടുത്ത് അവസാനം ആളുകൾ ഹോമിയോപ്പതിയായിരിക്കും കുറ്റം പറയുന്നത്. ഹോമിയോ മരുന്ന് കഴിച്ച് മാറിയില്ല, എന്നാൽ കൃത്യമായ ഔഷധം ചെന്നില്ല, ആ പ്രശ്നം. വിത്ത് കോഫിയ ദർ ഇസ് എക്സൈറ്റ്മെൻറ്റ്. കോഫിയ കേസിൽ എക്സൈറ്റഡ് ചൈൽഡാണ്, എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ദ ചൈൽഡ് ഹിയേഴ്സ് തിങ്സ് ഇറ്റ് മദർ കനോട്ട് ഹിയർ, സീസ് തിങ്സ്, ഇമാജിൻ തിങ്സ്. ഉണ്ടോ, ആ കുട്ടി കേൾവിയുടെ കാര്യത്തിൽ അക്യൂട്ട് ഹിയറിംഗ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അമ്മ കേൾക്കാത്ത കാര്യങ്ങൾ കുട്ടി കേൾക്കും, ഇമാജിനറി കാര്യങ്ങൾ പോലും കേൾക്കും, സങ്കല്പത്തിൽ കേൾക്കും, സാങ്കല്പിക കാര്യങ്ങൾ കാണും, കാര്യങ്ങളിങ്ങനെ വല്ലാതെ സങ്കല്പിച്ച് പറയും. എനിക്ക് പരിചയമുള്ളൊരു കുട്ടിയുണ്ടായിരുന്നു, എൻ്റെ കൂടെ പഠിച്ചാണ് ചെറിയ ക്ലാസ്സിൽ. വെറുതെ ഓരോന്നും ഉണ്ടാക്കി പറയും, വെറുതെ ഓരോന്നുണ്ടാക്കി. അപ്പം നുണയൻ എന്നാണ് ആ കുട്ടിയെ പറഞ്ഞത്. കാരണം കുറച്ച് കഴിയുമ്പോൾ അത് പറയുന്നത് നുണയാണെന്ന് മനസ്സിലാവും. പിന്നീടാണ് ഈ കുട്ടിയുടെ ഇമാജിനേഷൻസ് ആണെന്ന് അന്ന് തന്നെ ഞങ്ങളെ കണക്ക് പഠിപ്പിച്ചിരുന്ന ടീച്ചർ, കുറച്ച് ഇത്തരം കാര്യങ്ങളിൽ താല്പര്യമുള്ള ടീച്ചറാണ്. ടീച്ചർ ഈ കുട്ടിയെ മാറ്റി സംസാരിച്ചു, വീട്ടുകാരോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് ചെറുപ്പത്തിലെ പ്രശ്നമുണ്ട്, വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുക, ഇമാജിനറി തിങ്സ്, ഓരോന്ന് സങ്കല്പിച്ച് പറയും. അപ്പോൾ നമ്മുടെ പല ഔഷധങ്ങളുണ്ട്, കോഫിയും അത് കവർ ചെയ്യുന്നതാണ്. വേക്സ് അപ്പ് ഇൻ ഫ്രൈറ്റ്, വല്ലാതെ ഭയന്നുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നു. സീസ് ദാറ്റ് ആൻഡ് അതർ തിങ്സ് ഇൻ എ റൂം, ഒരു മുറിയിൽ ഓരോ കാര്യങ്ങളിങ്ങനെ സാങ്കല്പിക കാര്യങ്ങൾ കാണുന്നതായിട്ട് പറയും. വേക്സ് അപ്പ് എക്സൈറ്റഡ് ആസ് ഇഫ് ഇറ്റ് ഹാഡ് വിഷൻ, എന്തോ ദർശനമുണ്ടായതുപോലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും. ലുക്സ് ഫോർ തിങ്സ് ആൻഡ് ഫൈനലി സീസ് ദേ ആർ നോട്ട് ദർ. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് എന്തോ കണ്ടെന്ന പോലെ എഴുന്നേൽക്കും, ചുറ്റും നോക്കും, അവസാനം ഒന്നുമില്ല, സങ്കല്പമായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ പിന്നെ ഇങ്ങനെ തുടങ്ങും. സച്ച് തിങ്സ് ആർ സ്ട്രോങ് ഫീച്ചേഴ്സ് ഓഫ് കോഫിയ. ഇത് കോഫിയുടെ വളരെ ശക്തമായ ഇൻഡിക്കേഷൻസാണ്. ഓരോന്ന് സങ്കല്പിച്ച് കൂട്ടുക, സാങ്കല്പിക കാര്യങ്ങൾ തിരയുക, സാങ്കല്പിക കാര്യങ്ങൾ പറയുക, സാങ്കല്പിക കാര്യങ്ങൾ കാണുക, ശബ്ദങ്ങൾ തന്നെ സാങ്കല്പികമായ ശബ്ദങ്ങൾ കേൾക്കുക, മറ്റുള്ളവർ കേൾക്കാത്ത ശബ്ദങ്ങൾ കേൾക്കുക, ഇതൊക്കെ കോഫിയുടെ ഒരു പ്രധാന ഇൻഡിക്കേഷനാണ്. അറ്റ് ടൈംസ് ദ ഹെഡ് ഈസ് ഹോട്ട്, ദ ഫേസ് ഈസ് ഫ്ലഷ് ആൻഡ് ദ ഐസ് സോ ബ്രില്യൻറ്റ് ദാറ്റ് വൺ ഫിയേഴ്സ് അപ്പോപ്ലക്സി. അപ്പോൾ ഈ ചുറ്റുപാടുകൾ കാണുമ്പോൾ തല ചൂടായിരിക്കുന്നു,
മുഖമാകെ ചുവന്ന് തൊടുത്തിരിക്കുന്നു, കണ്ണുകളിങ്ങനെ തിളങ്ങുന്നു, ഒരു അപ്പോപ്ലെക്സിക് കണ്ടീഷൻ, ഏതൊരു അവയവത്തിലേക്ക്, തലച്ചോറിലേക്കാകാം, രക്തം ചെല്ലാത്തൊരവസ്ഥ ഉണ്ടായോ എന്ന് ഭയപ്പെടാം. ഇത് കാണാൻ നേരത്തും ഈ ഹോട്ട് ഹെഡും മുഖം തൊടുത്തിരിക്കുന്നത് കാണുമ്പോൾ അതും ബെൽഡോണയെന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. പേഷ്യൻസ് വിൽ ഓഫൺ ടെൽ യു ദാറ്റ് ദ ഹിയർ എ നോയ്സ് ഇൻ ദ ഹെഡ്. തലയിലെന്തോ ശബ്ദം കേട്ടു, തലയുടെ അകത്ത് മൂളൽ കേട്ടു, അങ്ങനെയൊക്കെ പറയാറില്ലേ, ആരോ പറയുന്ന പോലെ കേട്ടു. എ റിങ്ങിങ് ആൻഡ് റോറിങ് ഇൻ ദ ഒക്സിപ്യൂട്ട്. തലയുടെ പിൻഭാഗത്ത് മണികിലിക്കുന്നത് പോലെ എന്തോ ഇരമ്പുന്ന പോലുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നു. ദ ഇയർ ഈസ് ദ വൺ ഓർഗൻ കേപ്പബിൾ ഓഫ് രജിസ്റ്ററിങ് സൗണ്ട്. ചെവിയാണ് ശബ്ദത്തെ റെക്കോർഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ശബ്ദത്തെ നമ്മൾ തിരിച്ചറിയുന്ന ഒരവയവം, അതിനുവേണ്ടിയുള്ള അവയവം അതാണ്. ബട്ട് സ്ട്രേഞ്ച് ടു സേ ദ ഇയേഴ്സ് ആർ സംടൈംസ് വെരി ഡിസീവിങ്. പക്ഷേ വിചിത്രമായ കാര്യം എന്ന് വെച്ചാൽ ഈ ചെവികൾ നമ്മളെ വഞ്ചിക്കും, ഇല്ലാത്ത കാര്യങ്ങൾ കേൾക്കും, ഡിസീവ് ചെയ്യാം. റോറിങ് ഇൻ ദ ഇയേഴ്സ് സംടൈംസ് സീംസ് ആസ് ഇഫ് ഇറ്റ് വേർ ഇൻ ദ ഒക്സിപ്യൂട്ട്. അപ്പോൾ ചെവിയിലെ ഈ ഇരമ്പൽ തലയ്ക്ക് പിൻഭാഗത്തെ ഇരമ്പലായിട്ട് തെറ്റിദ്ധരിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമുള്ളത്. സംടൈംസ് ഇറ്റ് ഈസ് അക്കമ്പനീഡ് വിത്ത് എ സെൻസേഷൻ ഓഫ് ടിംഗ്ലിംഗ് ഓർ ബബ്ലിംഗ് ഇൻ ദ ഹെഡ്. ചിലപ്പോൾ ഇതിനോടൊപ്പം ടിംഗ്ലിംഗ് സൗണ്ട്, ബബ്ലിംഗ്, ഇങ്ങനെ നുരയുന്നത് പോലെ ഉള്ള ശബ്ദങ്ങൾ ഉണ്ടാകാം. വെൻ പേഷ്യൻസ് സേ ഐ ഹാവ് എ റോറിങ് ഇൻ ദ ഹെഡ്, യു നോ ദാറ്റ് മീൻസ് ഇൻ ദ ഇയർ. അപ്പോൾ തലയിൽ എന്തോ ഇരമ്പുന്നതായിട്ട് ഒരു പേഷ്യൻ്റ് പറയുമ്പോൾ അത് ചെവിയിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ചെവി നമ്മളെ വഞ്ചിക്കുന്നതാണ്, തലയിലെ ശബ്ദമായിട്ട് തെറ്റിദ്ധരിക്കുന്നതാണ്. ഒരു നെർവസ് ഡിസോർഡറാണത്. ചെവിയിലെ ശബ്ദം ചെവിയിൽ തന്നെ കേൾക്കുക എന്ന് പറയുന്നത് ഞരമ്പുകളും തലച്ചോറും ചേർത്ത് നടത്തേണ്ട ഒരു കാര്യമാണത്. അപ്പോൾ അത് അതിൻ്റെ ഫങ്ഷൻ ശരിയല്ല. അപ്പോൾ തലയിലായിട്ട് നമ്മൾ അനുഭവപ്പെടുന്നു, തല പിൻഭാഗത്തും മറ്റുമൊക്കെ ആയിട്ട്. മെനി ടൈംസ് അക്കമ്പനിങ് റോറിങ്, റിങ്ങിങ് ഇൻ ദ ഇയേഴ്സ്, ബസ്സിങ് ദ ഇയേഴ്സ് is a peculiar sensation of vibration in the head that is mistaken by the patient for a sound. അപ്പോൾ ബസ്സിങ് സൗണ്ട്, റിങ്ങിങ്, ബബ്ലിങ്, എല്ലാത്തരം പ്രശ്നങ്ങളുണ്ട്. ഇത് തലയിലുള്ളൊരു പെക്യുലിയർ സെൻസേഷൻ ഓഫ് വൈബ്രേഷൻ, ഒരു പെക്യുലിയർ ഒരു കമ്പനത്തിൻ്റെ, ഒരു പ്രകമ്പനത്തിൻ്റെതായിട്ടുള്ളൊരു സെൻസേഷനാണ്. അതിനെ ഒരു ശബ്ദമായിട്ട് രോഗി തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നു. നെർവുകൾ, നാഡികളും തലച്ചോറും ആ പേഷ്യൻറ്റിന് തെറ്റായൊരു ഇംപ്രഷൻ കൊടുക്കുന്നു. ഐ മെൻഷൻ ദാറ്റ് ബിക്കോസ് ദ കോഫി പേഷ്യൻറ്റ് ഫീൽസ് എ ക്രാക്കിംഗ് ഓർ എ ബബ്ലിംഗ് ഇൻ ദ ഒക്സിപ്യൂട്ട്. അപ്പോൾ എൻ്റെ ഇത് പറയാൻ കാരണം ഈ അവസ്ഥയെ ഒരു കോഫിയെ പേഷ്യൻ്റ് തലയുടെ പിൻഭാഗത്തുള്ള ഒരു ക്രാക്കിങ്ങോ ബബ്ലിങ്ങോ, നുരയുന്ന ശബ്ദം, പൊട്ടുന്ന ശബ്ദമൊക്കെ ആയിട്ട് കോഫിയെ പേഷ്യൻ്റ് തെറ്റിദ്ധരിക്കും. ദ ഹെഡ് ഫീൽസ് ബാഡ്ലി, ഇറ്റ് ഫീൽസ് ടു സ്മോൾ. തലയിൽ വല്ലാത്ത പ്രശ്നമുണ്ട്, തല വല്ലാതെ ചെറുതായതുപോലെ തോന്നൽ. തലയെ സംബന്ധിച്ച് പല വിചിത്രമായ സെൻസേഷൻസ് നമ്മുടെ മരുന്നുകളിലുണ്ട്. തല ചെറുതായ പോലെ തോന്നൽ. ഹെഡ് ഏക്ക് ആസ് ഇഫ് സംതിങ് പ്രസ്സിങ് ഹാർഡ് അപ്പോൺ ദ സർഫസ് ഓഫ് ദ ബ്രെയിൻ. തലവേദന എങ്ങനെയാണ്? തലച്ചോറിൻ്റെ ഉപരിതലത്തിൽ എന്തോ ഇങ്ങനെ അമർത്തുന്ന പോലുള്ളൊരു തോന്നൽ. യു വുഡ് നാച്ചുറലി സപ്പോസ് ദർ വാസ് എ പ്രസ്സിങ് ബിക്കോസ് ഓഫ് ദ കൺജസ്റ്റീവ് സ്റ്റേറ്റ് ഹിയർടോഫോർ ഡിസ്ക്രൈബ്ഡ്. ഈ ഒരു പ്രസ്സിങ്, സമ്മർദ്ദത്തിൻ്റെ കാര്യം തോന്നലുണ്ടാകാൻ കാരണം നേരത്തെ പറഞ്ഞ ഒരു കൺജസ്റ്റീവ് കണ്ടീഷൻ, ഒരു വിങ്ങുന്ന തലച്ചോറ് വിങ്ങലുണ്ടാകുന്ന ഒരവസ്ഥയുടെ ഫലമായിട്ടാകാം. ഈ പ്രൂവറെ കോട്ട് ചെയ്തിരിക്കുകയാണ്. ഹെഡ് ഏക്ക് ആസ് ഇഫ് ദ വോൾ ബ്രെയിൻ വർ ടോൺ ആൻഡ് ബ്രൂയിസ്ഡ് ഓർ ഡാഷ്ഡ് പീസസ്. അപ്പോൾ തലവേദനയുടെ മറ്റൊരു ഡിസ്ക്രിപ്ഷനാണ്. തലച്ചോറിനെ ഇങ്ങനെ പറിച്ച് കീറി, ഞെക്കി, ചതച്ച്, കഷ്ണങ്ങളായി ചെതറിച്ചു, അങ്ങനെയുള്ള തരത്തിലുള്ള വേദന. വേഴ്സ് ഫ്രം മോഷൻ, നോയ്സ് ഓർ ലൈറ്റ്. ചലനം കൊണ്ട്, ശബ്ദം കൊണ്ട്, പ്രകാശം കൊണ്ടൊക്കെ ഈ തലവേദന വല്ലാതെ വഷളാവുന്നു. ദ ഐസ് ആൻഡ് ദ ഹെഡ് സിംറ്റംസ് ആർ വേഴ്സ് ഫ്രം നോയ്സ് ആൻഡ് ലൈറ്റ്. അപ്പോൾ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടതും തലയുമായിട്ട് ബന്ധപ്പെട്ടതുമായ പ്രശ്നങ്ങളെല്ലാം ശബ്ദം കൊണ്ടും പ്രകാശം കൊണ്ടും വല്ലാതെ മോശമാകുന്നുണ്ട്. അത് കോഫിയുടെ അവസ്ഥയാണ്. ഹെഡ് ഏക്ക് ഇൻടോളറബിൾ, ഹെഡ് ഫീൽസ് സ്മോൾ ആൻഡ് ആസ് ഇഫ് ഫിൽഡ് വിത്ത് ഫ്ലൂയിഡ്. അപ്പോൾ സഹിക്കാൻ പറ്റാത്ത തലവേദന, ഒരു പ്രൂവറെ കോട്ടിയിരിക്കുന്നതാണ്. സഹിക്കാൻ പറ്റാത്ത തലവേദന, തല ചെറുതായതുപോലെ എന്തോ ഒരു ദ്രാവകം നിറഞ്ഞിരിക്കുന്ന പോലുള്ള തോന്നൽ. നെർവസ് ഹിസ്റ്റീരിക്കൽ ഹെഡ് ഏക്ക്, ഭ്രാന്തമായ നാഡീസംബന്ധമായ തലവേദന. വൺ സൈഡഡ് ഹെഡ് ഏക്ക്, തല ഒരു ഭാഗത്ത് മാത്രം വേദന. അപ്പോൾ തലവേദനയുടെ പലതരം വകഭേദങ്ങൾ
കോഫിയിലുണ്ട്. ഈ സിംറ്റംസിനെ വളരെ ശ്രദ്ധാപൂർവ്വം എടുക്കുക. വെൽഡോണ പോലുള്ള മറ്റ് ഔഷധങ്ങളുമായിട്ടുള്ള അതിനെ കൂട്ടിക്കുഴക്കാതിരിക്കുക. അതിൻ്റെ ജനറൽ കണ്ടീഷൻസും പെക്യുലാരിറ്റീസും അതിൻ്റെ മൊഡാലിറ്റീസും ഒക്കെ വെവ്വേറെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഏത് ഔഷധമായാലും ശരി. അങ്ങനെ പ്രാക്ടീസിൽ ശ്രദ്ധിക്കേണ്ട പല പല കാര്യങ്ങളൊക്കെ എൻ്റെ ഇവിടെ പറഞ്ഞത് നിങ്ങളുടെ പ്രാക്ടീസ് ത്രൂ ഔട്ട് ഓർമ്മിച്ചിരിക്കേണ്ടതാണ്. അപ്പോൾ ഇതുവരെ ഈ പരമ്പര കേട്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.